നെക്കിക്കൊന്നു ഉത്തരവാദിത്തക്കുറവുണ്ടല്ലേ അമ്മയും മറ്റുള്ള സ്ഥലത്ത് അവിടെ കൊണ്ട് കളയേണ്ട അവസ്ഥ വന്നേ. കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യും? അമ്മയോട് ചെയ്ത് വലിയൊരു ചതിയല്ലേ? ആ പൈസയൊക്കെ എന്തോ ചെയ്തു? ആത്മഹത്യ ചെയ്ത് ആ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ. ഒറ്റ കിടക്കുന്നതും അനാഥമായി കിടക്കുന്ന ആൾക്കാരൊക്കെ തപ്പി കിടക്കുവാൻ രാത്രികളിൽ ബൈക്ക് കയറ്റി കൊണ്ടുപോയി അടുത്തൊരു പറമ്പിൽ പോയാണ് പീഡനമുണ്ടായത്. മക്കൾക്ക് നല്ലത് മാത്രമേ വരുത്താവേ ദൈവമേ, ഇത് മാത്രമാണ് ത്രേസ്യാമ്മയുടെ പ്രാർത്ഥന. ഈ ഒരു കാര്യത്തിനു വേണ്ടി ത്രേസ്യാമ്മ പോകാത്ത ദേവാലയങ്ങളില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. 60കാരി ത്രേസ്യാമ്മ അന്നും പോയത് തിരുനെൽവേലിയിലെ ഒരു ദേവാലയത്തിലേക്കായിരുന്നു. പക്ഷേ ആ അമ്മ പിന്നെ തിരിച്ചു വന്നില്ല. കാരണമറിഞ്ഞ മക്കൾ തകർന്ന് തരിപ്പണമായി. ഫെർണാണ്ടോ എന്ന ഒരു മൃഗം ആ പാവത്തിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വൃദ്ധകളെ മാത്രം തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യമൃഗം ആ ക്രൂരകൃത്യം ചെയ്തു. പക്ഷേ ആ മക്കൾ അവസാനമായി അമ്മയെ കാണാൻ കിലോമീറ്ററുകൾ താണ്ടി തമിഴ്നാട്ടിലേക്ക് പോയി. മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ അമ്മയെ അവർ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല. ത്രേസ്യാമ്മയെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. എന്തിനായിരിക്കും മക്കൾ ആ തീരുമാനം എടുത്തത്? ആ അമ്മയെ മക്കൾ ശരിക്കും സ്നേഹിച്ചിരുന്നില്ലേ? ഇത് ആരുടെ ഫോട്ടോ? ഇത് അമ്മയുടെ ഫോട്ടോ. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് എഴുതി കൊടുത്തിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ശ്വാസം മുട്ടിച്ച് കൊന്നു നിങ്ങൾ അറിയുന്നത്? എന്നിട്ട് നമ്മള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്ത് അന്ന് അറിഞ്ഞതാണ്. അമ്മ ശരിക്കും മരിച്ചുപോയി അല്ലേ? ഈ വീട്ടിൽ അമ്മയില്ല. അമ്മയില്ല. അമ്മയെ തിരക്കി ഒരുപാട് അലഞ്ഞായിരുന്നോ? ഒരു പോയിരുന്നോ? അറിഞ്ഞായിരുന്നു. എവിടൊക്കെ പോയി അമ്മയെ തിരക്കി? വെട്ടുകാടൊക്കെ പോയി. അമ്മ ഇങ്ങനെ പോകുന്ന ആളാണോ? ഇങ്ങനെ പോകുന്ന ആളെന്നെ. 2 തവണ പോയിട്ട് പോവല്ലെന്ന് പറഞ്ഞിട്ട് ഊണ് സഹിതം വാങ്ങിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് പറഞ്ഞു. എന്നിട്ടങ്ങ് പോവില്ലേ? നിങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. നമ്മള് പറഞ്ഞാലും കേൾക്കില്ല. അവസാനം അമ്മയെ ഇവിടെ അടക്കാൻ പോലും പറ്റില്ല, കാണാൻ പോലും പറ്റില്ല. അമ്മയെ കണ്ടായിരുന്നോ മരിച്ചതിന് ശേഷം? അവസാനം വരെ കണ്ട്. അമ്മ എന്താ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയത്? അമ്മയ്ക്ക് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കും. അമ്മ പള്ളിയിൽ പോകണം, ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ പോകണമെന്ന് പറയും അമ്മ. ഞാൻ ചോദിക്കുന്നത്, അമ്മ ഒരു മറ്റ് സ്റ്റേറ്റിലെ കൊണ്ട് അടക്കിയേക്കുന്നത് അതിൽ വിഷമമുണ്ടോ? ഇവിടെ കൊണ്ടുവരണം ആഗ്രഹമുണ്ടോ? ഒന്ന് കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മയുടെ അവസ്ഥയായപ്പോ പിന്നെ അവിടെ അടക്കേണ്ട ചെയ്യാൻ. ഇവിടെ വന്നായിരുന്നു. ഇവിടെ അടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അവിടെ ഉപേക്ഷിച്ച് മകളെ രീതിയിൽ പറഞ്ഞുകൂടായിരുന്നു? ഇവിടെ കൊണ്ടുവരണം പറഞ്ഞുകൂടായിരുന്നോ? പറയായിരുന്നു. അമ്മ 19 ദിവസമായി, 10-15 ദിവസമായി കൊണ്ടുവരണമെന്ന് ആഗ്രഹിട്ട്. അമ്മ ജനിച്ചു വളർന്ന വീടല്ലേ? ഈ വീട്ടിൽ അമ്മയെ കൊണ്ടുവരണ്ടായിരുന്നോ? അപ്പൊ അതിൽ വിഷമമുണ്ടോ? ഇപ്പം വിഷമമുണ്ട്. മറ്റുള്ള സ്ഥലത്ത് കൊണ്ട് കളഞ്ഞതില്ലേ? ഇല്ലേ? നിങ്ങൾ 2 മാത്രമേ ഉള്ളൂ മക്കള്? ഇനി അമ്മ ഇറങ്ങിപ്പോവാൻ ഈ വീട്ടിൽ അമ്മയില്ല അല്ലേ? അമ്മ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കുമായിരുന്നോ? എല്ലാ കാര്യം നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? നോട്ടെ, ഫോട്ടോ നോക്കട്ടെ. അയ്യോ, വിനീതർ കൂട്ട് തന്നെ ഇരിക്കുമെന്നല്ലോ ആള് അല്ലേ? അപ്പൊ ഈ അമ്മ ഇങ്ങനെ പോകുന്ന ആളാണോ? ഇതേപോലെ പോകും ബന്ധുക്കളെ വീട്ടിൽ പോയി നിന്നിട്ട് അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ തിരിച്ചു വരും. അന്നും അതുപോലെ പോയതാ? അതേപോലെ പോയിട്ട് ഇതിലെ വരവെന്ന് പറഞ്ഞു. 4 ദിവസം കാണാനില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞ് എൻ്റെ ചേടാറിനാണ്, എൻ്റെ മരിയമ്മേര മോളാണ്. അങ്ങനെ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞ് ഇതേപോലെയാണ് കാര്യം, മാമ ഇതേപോലെ അമ്മയെ കാണുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പരാതി കൊടുത്ത് ഒരു ഫോട്ടോയും ആണെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഫോട്ടോയും കൊടുത്തു. അങ്ങനെ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഒരു അവിടെ തമിഴ്നാട്ടിൽ വരെ ഒറ്റയ്ക്ക് പോയോ? അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, അത് ഇങ്ങനെ സ്വയം തെറ്റി ഇന്ന് നടക്കുന്നു പോകുന്നു ഇങ്ങനെ വരുന്നത്. അപ്പോഴും നമ്മളായിരിക്കും ഇന്ന് വരുന്ന ആളെ വരുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവസാനം കാണാനില്ല വന്നപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് പോലെ ഒരു ബോഡി തമിഴ്നാട്ടിൽ ഉണ്ട്, ആധാർ എന്തരോ കിട്ടി. അങ്ങനെയാണ് അറിഞ്ഞത്. പക്ഷെ ആധാർ ഇല്ലെങ്കിൽ അത് അറിയത്തില്ല. എനിക്ക് അറിയില്ലായിരുന്നു. എവിടെയെങ്കിലും അനാഥ ശവമായിട്ട് പോയേനെ അല്ലേ? ആധാർ കൊണ്ടുവന്ന് പതിവൊക്കെ ഉണ്ടായിരുന്നോ? എവിടെയും പോകുമ്പോൾ റേഷൻ കാർഡ് ആധാറൊക്കെ എടുത്തോണ്ട് പോകും. അവർക്കറിയാം എവിടെയെങ്കിലും വീടോ അതിൽ സംഭവിക്കുവാണെങ്കിൽ ഇത് തെളിവുള്ളതെന്ന് അവർക്കറിയാം. അത്രയ്ക്കുള്ള ബുദ്ധിമുണ്ട്. അത്രയ്ക്കുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ പിന്നെ സഹായിക്കാനാ ബാക്കിയുള്ളതിനാ ഇവരെല്ലാം ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്ന കുടുംബമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ പോകുന്ന ആരെങ്കിലുമൊക്കെ വല്ലതും കൊടുക്കണം, അങ്ങനെയൊക്കെ
പിന്നെ എല്ലാം കൂടെ പിരിവെടുത്താണ് ആ പെൺകുട്ടി അയച്ചത് കല്യാണത്തിന് തന്നെ. അതും എല്ലാവരും കുറച്ച് പേരൊക്കെ സഹായിക്കും, കുറച്ച് പേർ സഹായിക്കില്ല, ഇങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് എല്ലാ ചതി അതിനെ കൊച്ചിനെ വെളിയിലിറക്കി. പിന്നെ അവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടും. ഈ പ്രതിയെ കണ്ടായിരുന്നോ? പ്രതിയെ കണ്ട് നേരിട്ട് കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടില്ല, ഫോട്ടോ കണ്ട്. ഫോട്ടോ പക്ക ക്രിമിനലാണ് എന്ന് പറയുന്നു. അങ്ങനെ പിടിച്ച് അവൻ ചെയ്ത രീതി എങ്ങനെയാണെന്ന് പറഞ്ഞേ? എന്തായിരുന്നു പോലീസ് എന്താ പറഞ്ഞേ? പോലീസ് പറഞ്ഞ ഇതേപോലെ രാത്രി 11 മണിക്ക് ബൈക്കിൽ കയറ്റി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, ത്രേസ്യ എന്ന് പറഞ്ഞ്. അപ്പോഴേ അവൻ ചോദിച്ചോടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി അടുത്തൊരു പറമ്പിൽ പോയാണ് പീഡനമുണ്ടായത്. പീഡനമുണ്ടായ സമയത്ത് അവള് നല്ല മേൽപ്പെടുത്തി നടത്തി. ഇഷ്ടമില്ലാത്ത രീതി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഇതായി. അങ്ങനെ അവസാനമായി മുഖത്ത് അടിക്കുകയും നെഞ്ചിൽ മുറിവുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പറഞ്ഞത്. അങ്ങനെ അവസാനമായിട്ടും ബഹളം പിടിയും വലിയൊക്കെ ആയി കൊന്ന് അവിടെ അവൻ പോവുകയും ചെയ്തു. അവിടെ കൊന്നിട്ട് അവൻ പോയി. അപ്പോഴേ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്യാമറയാണ് തിരക്കിയപ്പോൾ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയത്. അങ്ങനെയാണ് അവനെ പിടിച്ചത്. അങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത്. അല്ല അറിയത്തുമില്ല, അല്ലെങ്കിൽ അറിയാനില്ല. ഇതിനകത്ത് രണ്ട് തെളിവാണ് പോലീസിന് കിട്ടിയത്. ഒന്ന് ഐഡന്റി കാർഡ്, ഒന്ന് CCTV. ഇല്ലെങ്കിൽ ഇത് തെളിയത്തില്ല, ആർക്കും അറിയില്ല. ഇവരിട്ട് തിരക്കാൻ പോകുന്ന അവസ്ഥയല്ല. ഇവര് പോവില്ല. പോകാനെന്ന് പറഞ്ഞാൽ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. വരും ഞാൻ വിളിച്ചോണ്ടെങ്കിൽ ഫോൺ ബെല്ല് കേൾക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പിന്നെ ഇവരെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവസ്ഥ. മൃഗീയമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. അത്ര ഒരു മനുഷ്യ ഒരു വൈകൃതം ഉള്ളവനാണ് അല്ലേ? കഞ്ചാവ് വെള്ളമൊക്കെ ആയിരിക്കും. ത്രേസ്യാമ്മ ആദ്യമായിട്ട് കാണുമായിരിക്കും. ആദ്യമായിട്ട് കാണുന്നത് തന്നെ, അല്ലാതെ സ്ഥിരമായിട്ട് പോവേ കാണേ അങ്ങനെയൊന്നുള്ള. ഇതിങ്ങനെ ഇറങ്ങി പോയ വഴിക്ക് കണ്ട് അവൻ രാത്രി ആയപ്പോഴേ ചോദിച്ച് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് കയറ്റി കൊണ്ടുപോയാണ്. അല്ല, അങ്ങനെയുള്ള വൈകൃതമുള്ള ഒരാളാണോ അല്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന സ്ത്രീകളൊക്കെ തപ്പി കിടക്കുന്നവനാ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ സ്റ്റേഷനിൽ പറയണത്. അതിൽ രസം കണ്ടെത്തുന്ന ആളാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് കിടക്കുന്നതും അനാഥമായി കിടക്കുന്ന ആൾക്കാരൊക്കെ തപ്പി കിടക്കുവാൻ രാത്രികളിൽ തപ്പി കിടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോവുകയും ഒരു പിടികളുണ്ടെങ്കിൽ പിടിച്ച് വാങ്ങിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ആളെന്നാണ് പോലീസ് പറഞ്ഞത്. അന്ന് പൈസ വല്ലതും പോയെന്നല്ല അറിയാമോ? പൈസ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടോ? പൈസ അതിനെ പറ്റി അറിഞ്ഞിട്ടോ. ഒരു മാസം പെൻഷൻ്റെ പൈസ അല്ല, പൈസ ഒന്നും കൊണ്ടുവന്ന സ്വഭാവമല്ല അല്ലേ? അല്ല, കയ്യിൽ കാണൂല. ശരിക്കും പറഞ്ഞാലേ ഈ രണ്ട് പിള്ളേർ, ആണും പെണ്ണും, ഇവർക്ക് സ്വന്തം പുരയിടത്തി അടക്കാൻ പോലും ഉള്ളൊരു ഭാഗ്യം കിട്ടാത്ത രണ്ടുപേരും അല്ലേ? അതെ. അവർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം വേറെ ആരുമില്ല. ഇപ്പം ചെറിയൊരു തണലിട്ടുള്ള ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു ഹെൽപ്പായിട്ട് സഹായിക്കും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഉള്ള കഴിവുള്ള ആൾക്കാരല്ല. നമ്മൾ പറഞ്ഞാലും അവർ ഈ ചെവി കേട്ട് മറു ചെവിയിൽ കളയുന്നു, പോകും. ഇത്രയേ ഉള്ളൂ. പിന്നെ പറയുമ്പോൾ വന്ന് പറയും. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കും, വീട് ജോലിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇല്ല, അങ്ങനെ വീട്ടിലാകാരൊന്നും വയ്ക്കില്ല, പരിപാടിയില്ല. ഇവൻ ജോലിക്ക് പോയിട്ട് വന്നാലും ചിലപ്പോൾ കടയിൽ നിന്ന് വയ്ക്കും. ചില ദിവസങ്ങളിൽ അരിയെല്ലാം വയ്ക്കും. അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ പോയി ആരെന്തെങ്കിലും കൈ നീട്ടി എല്ലാം മാച്ച് കൊണ്ടുവന്ന് തിന്നുകൊണ്ട് കിടക്കും. പള്ളിയിലൊക്കെ പോകുന്ന ആളല്ലേ? പള്ളിയിലൊക്കെ പോകും. അല്ല, അവര് ക്രിസ്ത്യൻ വിശ്വാസി അല്ലയോ? പള്ളിയിലൊക്കെ പോവും അമ്മ. ഈ ത്രേസ്യാമ്മ പള്ളിയിലൊക്കെ പോകും. പള്ളിയിലൊക്കെ പോകും. അപ്പൊ അത്രയ്ക്ക് അറിവൊക്കെ ഉണ്ട്. എവിടെ ഈ പോകുന്നത് അങ്ങനെയുള്ള ലക്ഷ്യമൊന്നുമില്ല, ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വഴക്കുവല്ല ഉണ്ടാക്കുന്നുണ്ട് പിണങ്ങി പോവാണോ? ഇല്ല, പിണക്കമൊന്നുമില്ല. നമുക്കിടയിൽ ഒരു പിണക്കവും ഇല്ല. അതിവിടെ വീട്ടിൽ നിൽക്കുന്നു, എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെയാണ്, അല്ലാതെ വഴക്ക പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്കൊന്ന് വിനീതിക്ക് മാത്രമാണ് അമ്മയുടെ ബോഡി ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹം അല്ലയോ? ആയിരുന്നോ? എല്ലാവർക്കും ഉണ്ടായിരുന്നു ആഗ്രഹങ്ങളൊക്കെ. എല്ലാവരും സംസാരിക്കുമ്പം പൈസ അടയ്ക്കാൻ ഉണ്ടോ ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോയവരെല്ലാം ചോദിക്കുന്നത് പൈസ ഉണ്ടോ. അപ്പോൾ അവരെല്ലാവരെയും പൈസ ഇല്ല. നല്ല പ്രായത്തിൽ ഒരുപാട് നല്ല ആരോഗ്യമുള്ള ആളല്ലേ? പൈസ ശേഖരിച്ചായിരുന്നു അമ്മയുടെ ബോഡി ഇവിടെ കൊണ്ടുവരത്തില്ലായിരുന്നോ? പൈസ എന്ത് ചെയ്യും? ഉണ്ടാക്കുന്ന പൈസയൊക്കെ എന്ത് ചെയ്യും വിനോദ്? അതിന് ആഹാരത്തിനും. വിനോദ് നല്ല ജോലിക്ക് പോകുന്ന ആളല്ലേ? ആ പൈസയൊക്കെ എന്ത് ചെയ്യും വിനോദിന്റെ? അതിനെ കടം തീക്കണം, അമ്മക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കണം. ഈ ഒരവസ്ഥ അമ്മയ്ക്ക് ഉണ്ടാവുമായിരുന്നോ? വിനോദിന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ മറ്റുള്ള സ്ഥലത്ത് വിട്ട് കളയുമായിരുന്നോ? അമ്മയെ കൊണ്ടുവന്നുള്ളായിരുന്നോ? എന്താ അങ്ങനെ ചെയ്യാത്ത? എന്തായിരുന്നു അതിന് ഷെയർ ഇല്ലായിരുന്നു, പൈസ ഇല്ലായിരുന്നു. അല്ല, ഇയാള് ജോലിക്ക് പോകുന്ന ആളല്ലേ? ജോലിക്ക് പോകും. അത് പോയിട്ട് അവൻ കടം ചോദിച്ചാൽ തന്നെ ഇവിടെ ആരും കൊടുക്കൂല. കാര്യം അവൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവൻ ജോലിക്ക് പോകണം, പൈസ എന്തിനെന്ന് അറിഞ്ഞൂടാ. അല്ല, ഇത്രയും പൈസ എന്ത് 10,000 1000 രൂപയെങ്കിലും ശമ്പളം കിട്ടത്തില്ല. അതിൻ്റെ 1100 രൂപ
ശമ്പളമുണ്ട്. പക്ഷേ ആ പൈസ എന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് ഒരു ഇതില്ല. വെള്ളോടി മദ്യപാനം അങ്ങനെയുള്ള ഉണ്ട്. അത് വല്ലപ്പോഴേക്കകത്ത് പുരയൊക്കെ ഉണ്ടെങ്കിലും അത് എന്നാലും എത്ര പൈസ പോകും? അതാണ്. അപ്പോൾ ഈ പൈസയൊക്കെ എന്ത് ചെയ്യും വിനോദ? ഒറ്റത്തടിയാണ്. അതിന് ആരാ വണ്ടിക്കൂലി വിനോദത്തിന് ഉത്തരവാദിത്ത കുറവുണ്ടല്ലേ അമ്മയും മറ്റുള്ള സ്ഥലത്ത് അവിടെ കൊണ്ട് കളയേണ്ട അവസ്ഥ വന്നേ? അല്ലെ അമ്മയും കൊണ്ടുവന്നതായിരുന്നോ? കൊണ്ടുവരാൻ പറഞ്ഞ് അമ്മ ഞാൻ ഇപ്പോൾ മനസ്സിൽ തന്നെ നാളെ അതെല്ലാം ആത്മഹത്യ ചെയ്ത് ആ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? അവനെന്ന് പറയുമ്പോൾ ഇപ്പം വീട്ടിലെന്ന് പറയുമ്പോൾ പ്രമാണമില്ല, രസീതില്ല, എല്ലാം അത് കൊണ്ട് കളഞ്ഞു. അതുകൊണ്ട് കളഞ്ഞോ? പ്രമാണം കൊണ്ട് കളഞ്ഞോ? ഇയാൾക്ക് അത്യാവശ്യമുള്ള ജോലിക്ക് ഉള്ള ആളാണ്. ഇയാളുടെ ഒരു നിക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ മറ്റുള്ള സ്ഥലത്ത് കൊണ്ട് കളയേണ്ട കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യം കൊണ്ടുവന്നാൽ ഇവിടെ പൈസ കൊടുക്കാൻ അവനെ കാണത്തില്ല. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പിന്നെ അവൻ കാണിച്ചത്. പിന്നെ നമ്മളൊക്കെ ഓരോ സഹായിച്ചു കഴിഞ്ഞാൽ 10,000 15,000 നമ്മൾ സഹായിക്കും. അതുകൊണ്ട് തീരുമില്ല. നല്ല ചിലവുള്ള ഇതാണ് അടക്കമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് മാത്രം പോരാ. ഇവിടെ വന്നിട്ട് കുഴിയെടുക്കണം, പെട്ടി വാങ്ങിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നല്ല ചിലവാകും പൈസ. ഇപ്പം ആ കാര്യം ഓർക്കും വിഷമമുണ്ടോ? ഉണ്ട്. അപ്പം അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ വിഷമമുണ്ടല്ലേ? ഇനി ഒരിക്കലും അമ്മയെ കാണാൻ ഒക്കത്തില്ല അല്ലേ? ഇനി എങ്ങനെ ജീവിക്കുന്ന ഇനി മുന്നോട്ട്? അമ്മയൊക്കെ ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ? കഴിവൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ? ഞാൻ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് അവരെ കൂടെ ഞായറാഴ്ച പോകും. അപ്പോഴും ഒറ്റയ്ക്ക്. ഈ വീട്ടിൽ ഒറ്റയ്ക്ക്? അമ്മ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? ഇനി എന്ത് ചെയ്യും? അമ്മ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? അമ്മ ഞാൻ കഥ കൂട്ടുന്ന ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിലുള്ള അമ്മ ഉണ്ടായിരുന്നപ്പം ഒരു കസേര എന്ന വേറെ മറ്റൊരാൾ കാണല്ലേ, അവരെ ചിരിയും കളി വേറൊരു പ്രകൃതമാണ്. ഇനി എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ ഇനി വീട്ടില്? ഒറ്റയ്ക്ക് ഇരിക്കണം. നോക്കാന്ന് പറയുമ്പോ എന്നെ നോക്കാരുമില്ല. നമ്മളെ നോക്കിയാൽ അത്ര നോക്കും. അച്ഛൻ ചെന്നൈയിലാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ അറ്റാക്ക് കഴിഞ്ഞ് അതങ്ങനെ നടക്കണം. അത് മലയത്താണ് താമസം. ഇവിടെ അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. തിരിച്ച് രണ്ടാമത് ഈ വീട് തന്നെ ഇപ്പം അവൻ്റെ പേരിലല്ല, അവൻ്റെ മാമൻ്റെ പേരിൽ കിടക്കുന്നതിനെ പോക്കൂര് ചെയ്തെടുത്ത് അവൻ്റെ പേരിലാക്കാൻ തന്നെയും ഇനി പൈസ ഇല്ല. അപ്പോൾ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടോ? ഇനി ഒറ്റയ്ക്ക് ജീവിക്കുമോ? അത് സാധിക്കില്ലെങ്കിൽ അല്ല, ഞാൻ ഇത് പണിക്ക് ഇപ്പം ചാരത്തിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇടി വെച്ചിട്ടുണ്ട്. അമ്മ ഉണ്ടായിരുന്നു നന്നായിട്ട് നോക്കുമായിരുന്നോ? അമ്മ ഉണ്ടായിരുന്നു നന്നായിട്ട് നോക്കുമായിരുന്നോ? അമ്മ നോക്കുമായിരുന്നു. ഇവരൊക്കെ നന്നായിട്ട് പിള്ളേർക്ക് നന്നായിട്ട് നോക്കും? അമ്മയൊക്കെ പിള്ളേരൊക്കെ നോക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പം രാവിലെ വെച്ച് പോകുന്നു, രാവിലെ ചിലപ്പം ജോലിക്ക് പോകും. പിന്നെ വഴക്ക പ്രശ്നം അങ്ങനെയുള്ള ഒന്നുമില്ല. ഈ വീടിൻ്റെ അവസാനം തന്നെ അറിയാല്ലേ എല്ലാം. അപ്പുറ സൈഡ് ആണെങ്കിൽ അപ്പുറ സൈഡ് കിടക്കുന്ന വീടാണെങ്കിൽ അങ്ങനെയല്ല. കക്കൂസ്, ആ കക്കൂസ് ആണെങ്കിൽ കെട്ടിയിട്ട് മേലിൽ ഒരു സീറ്റിടാൻ തന്നെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്താ ഈ കക്കൂസ് കെട്ടിയിട്ടിട്ട് ഈ കട കിടക്കണം. ഇതിന് എത്രയും നാളുകൊണ്ട് ഇങ്ങനെ കിടക്കണം. ഇതിന് ഒരു സീറ്റിടാൻ തന്നെ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആങ്ങളെ ഇനി ആര് നോക്കും? ഒരു കുടുംബമായിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഒരു പെണ്ണിനെ കുടുംബമായിട്ട് അവനെ കുടുംബമായിട്ട് ജീവിക്കാൻ വിടും നമ്മൾ. ഒരു പെണ്ണെ കണ്ടുപിടിക്കണം അല്ലേ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പെണ്ണ്. അല്ല, ഈ പറയുന്നത് പൈസ ഒന്നും ഇല്ലാത്തവരോട് എങ്ങനെ പെണ്ണ് വരും? പൈസ ഇല്ലാത്ത ഒരാളോട് എങ്ങനെ പെണ്ണ് വരും? കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ച് തീർത്ത് എങ്ങനെ പെണ്ണ് വരും? അമ്മയെ കൊണ്ടുവരാൻ പോലും പൈസ ഇല്ല വിനോദിൻ്റെ കയ്യിൽ. ഇനി ഒരു പെണ്ണിനോട് പോറ്റുമോ? ഈ കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യും? അമ്മയോട് ചെയ്ത് വലിയൊരു ചതിയല്ലേ? ആ പൈസയൊക്കെ എന്തോ ചെയ്ത്? ഈ പൈസയൊക്കെ എന്തോ ചെയ്താ ഞങ്ങളാ? കടങ്ങളൊക്കെ തീർത്ത് 25,000 30,000 പൈസ എടുത്ത് അതിന്റെ കൈ ജോലിയുടെ പൈസ എടുത്ത് അതിനടച്ചോണ്ടിരിക്കുക. നിങ്ങൾ മക്കള് നല്ല മക്കളായിരുന്നു, അമ്മയ്ക്ക് ഗതി വരുമായിരുന്നോ? ഇല്ലല്ലോ. അതിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. അമ്മ അന്യ സ്ഥലത്ത് കൊണ്ട് അടക്കിയിട്ട് നിങ്ങളിങ്ങി പോകുന്നു. ഭയങ്കര കഷ്ടമില്ല അമ്മയോട് ചെയ്തേക്കുന്നത്. പൈസ ഉണ്ടായിരുന്നു ഇവിടെ കൂടെ അടക്കി കൂടായിരുന്നോ? അത് വിഷമമുണ്ടോ വിനോദേ? ഉണ്ട്. അമ്മ എന്നെ വിട്ട് പോയല്ലോ വിഷമം. അമ്മ ഇത് കാണുന്നുണ്ടായിരിക്കും. അമ്മയെ കാണുമ്പോൾ എനിക്ക് അമ്മ വേണമെന്ന് വിചാരിക്കും. പോട്ടെ, അമ്മ ഇത് കാണുന്നുണ്ടാവും. പോട്ടെ, എന്തായാലും അമ്മയുടെ ആത്മാവ് ഇവിടെ ഉണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. വിനീത വിഷമിക്കാതിരി, എന്തായാലും പോയില്ല.
അവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ചിന്ത അവർ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിൽ മരിച്ചിട്ടില്ല, അവിടെ നിൽക്കുന്നതിനുള്ള ചിന്തയാണ്. ഓ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോഴും അല്ലേ?